ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആണോ, മെൻസ്ട്രൽ കപ്പാണോ സാനിറ്ററി പാഡ് ആണോ നല്ലത്, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തെങ്കിലും രോഗം നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതുപോലെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫസ്റ്റ് പറയാം. ഒരു 1950-60 കാലഘട്ടത്തിലാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ പോപ്പുലർ ആവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരു 2010 കൂടിയാണ് നമുക്ക് ഇന്ത്യയിലൊക്കെ ഇത് വളരെ ട്രെൻഡിങ് ആയിട്ട് വരാനും ഒരുപാട് പേരുടെ ശ്രദ്ധ ആകർഷിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ എത്ര കൊണ്ട് ഈസിയർ ആക്കാം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ കൊല്ലം തോറും നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ സ്ത്രീകൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് ഇപ്പൊ പാഡ് കളയുന്ന പോലെ നമുക്ക് അത് വേറൊരിടത്തും നിക്ഷേപിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇത് തന്നെ വീണ്ടും യൂസ് ചെയ്യാനൊക്കെ സാധിക്കും എന്നൊക്കെ ഈസി ഫോർ യൂസ് എന്ന രീതിയിലാണ് ഇത് ഒരുപാട് പേരെ ആകർഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ ആകർഷിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ബെനിഫിറ്റ്സ് പറയാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ദോഷവശങ്ങളിലേക്ക് കടക്കാം. കാരണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കില്. എങ്ങനെയാണ് ആയുർവേദത്തിൽ ഇതിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ബെനിഫിറ്റ്സ് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെനിഫിറ്റ്സിലേക്ക് കടക്കാം. ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ പാഡൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ പക്ഷെ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമുക്കത് വീണ്ടും ആ ഒരു നമ്മുടെ ബ്ലഡ് അത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കഴുകി നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകളിലൊക്കെ പീരീഡ്സ് സമയത്ത് നമുക്കറിയാം നമുക്ക് ഒരു പൊസിഷൻ വിട്ട് നമുക്ക് മുന്നോട്ട് അത് നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കാനായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. അപ്പോ പക്ഷെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിലാണെങ്കിൽ നമുക്ക് ഏതൊരു പൊസിഷനിലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും നിൽക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് ഒരു ബെനിഫിറ്റ്. തേർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പെട്ടെന്ന് ലീക്ക് ആവില്ല. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് എന്തായാലും ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ലീക്കിംഗ് ഉണ്ടാവില്ല. ഇത് ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, കംപ്ലീറ്റ്ലി നമുക്ക് ഒരിക്കലും ഒരു ലീക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏത് പൊസിഷനിലും നമുക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒക്കെ സാധിക്കും, ഒട്ടും ലീക്ക് ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് നമ്മൾ പാഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബ്ലീഡിങ് വരുന്ന സമയത്ത് ഈ ബ്ലഡ് ഒരുപാട് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ചില പാഡുകൾ അത്രയും കൊണ്ട് ഉണ്ടാവില്ല. നമുക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കപ്പാസിറ്റി പാഡിന് ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്ര രീതിയിൽ എത്ര കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര ബ്ലീഡിങ് ഉണ്ടെങ്കിലും അത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് പുറത്തേക്ക് സ്മെല്ലൊന്നും അങ്ങനെ അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പീരീഡ്സ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു സ്മെല്ല് ഉണ്ടാവും. ആ ഒരു പീരീഡ്സിന്റെ സമയത്ത് ഒരു സ്മെല്ല് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും കാണില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈസി ഫോർ യൂസ് ആണ്. ഇൻസേർട്ട് ചെയ്യാം, ആവശ്യമുള്ള നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം, തള്ളി പുറത്തേക്ക് എടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് പ്രാക്ടീസ് ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഇതിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ. ഇനി ആയുർവേദ പ്രകാരം ഇതിന് വരുന്ന ദോഷങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിന്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും അറിയാത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചും കൂടി പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഓർഗാനിസം ആണ് അല്ലെ, നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു സംഭവമല്ല. അപ്പൊ നമ്മള് ഈ ഉള്ളിലില്ലാത്ത ഒരു സംഭവത്തിനെ ഉള്ളിലേക്ക് ഇജക്ട് ചെയ്യുക, മീൻസ് അതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്, ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ടോക്സിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഓർഗാനിസം ആണ് അല്ലെ. എത്രയൊക്കെ വൃത്തിയുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ ഇഷ്ടം പോലെ ബാക്ടീരിയാസും വൈറസും ഈ എക്സ്റ്റേണൽ ഓർഗാനിസത്തിൽ ഉണ്ടാവും. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പൊ അത് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടി വരും. അതായത് നമ്മളൊരു പഞ്ച് ഡൗൺ, സി ഫോൾഡ്, അതുപോലെ എസ് ഫോൾഡ്, 7 ഫോൾഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു കംഫർട്ടബിൾ ലെവൽ അനുസരിച്ച് നമ്മൾ അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ഇത് ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, എയർ തങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എയറിനെ നമ്മൾ ആയുർവേദ ഭാഷയിൽ പറയുന്നത് അപാനവാദ എന്നാണ്. വാദ എന്ന് പറയുന്നത് എയർ ആണ്. കാരണം നമ്മുടെ ആ ഒരു ഭാഗത്ത്, ആ ഒരു പെൽവിസ് ഏരിയയിൽ വരുന്ന ആ ഒരു വാദ തന്നെ നമ്മൾ അപാനവാദ. ആ അപാനവാദ ഒരുപാട് തങ്ങി നിൽക്കാനുള്ള സാധ്യത ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുണ്ട്, അതായത് ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കും, അവിടെ ആ ഒരു എയർ കുറെ നേരം നിന്ന് അതെന്ത് ചെയ്യും, സെർവിക്സിലേക്ക് പോയി അവിടെ എന്ത് സംഭവിക്കും, ബാക്ടീരിയൽ ഗ്രോത്ത് നല്ല രീതിയിൽ വർദ്ധിക്കാനായിട്ട് കാരണമാകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു ദോഷമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ വെജൈനയിലും സെർവിക്സിലും ഒക്കെ നമ്മൾ ഇതൊരു സംഭവം ഫസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ എന്തായാലും ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ നമുക്ക് അത് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ചിലപ്പോൾ നമ്മുടെ കയ്യിലത്തെ നഖങ്ങൾ കൊണ്ട് തന്നെ അവിടെ സ്ക്രാച്ചസ് ഉണ്ടാകാം, മനസ്സിലായോ, ഉള്ളില്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ വൃത്തിയല്ലെങ്കിൽ, കൈകൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും നമ്മുടെ കൈകൾ വൃത്തി അത്ര ഉണ്ടാവില്ല. കാരണം ബാക്ടീരിയയും വൈറസൊക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൾ നമ്മൾ ഹൈജീൻ അല്ലെങ്കിൽ അതും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാകും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ കമ്പനി, ഇവരുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിന്റെ ഒക്കെ കമ്പനി ഒരുപാട് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് മെൻസ്ട്രൽ ഈ കപ്പ് ഊരിയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലത്തെ ബ്ലഡ് കളയുന്ന സമയത്ത് വെറുതെ ടാപ്പ് വാട്ടർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ഒരു ടാപ്പ് വാട്ടർ വെച്ചിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞാലും അതിലുള്ള ബാക്ടീരിയാസും വൈറസും ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. കൂടുതൽ ബാക്ടീരിയാസ് അതിലുണ്ടാവും. പ്രത്യേകിച്ച് ഇതൊരു ബ്ലീഡിംഗ് ആണ്. ഈ ബ്ലീഡിങ്ങിൽ കുറെ നേരം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാണ്. അപ്പൊ കുറച്ചും കൂടി അധികം ആ ഒരു ബാക്ടീരിയയും അത്തരം മൈക്രോ ഓർഗാനിസംസ് അവിടെ ഉണ്ടാകും. അപ്പൊ അതൊരു ടാപ്പ് വാട്ടർ മാത്രം യൂസ് ചെയ്തതുകൊണ്ട് ഒരിക്കലും അത് വൃത്തിയാകില്ല എന്നുള്ളതാണ്, മനസ്സിലായോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ഷോക്കിന്റെ സിൻഡ്രോം അത് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് എന്തൊക്കെയാണ് ആ സമയത്ത് വരാം, നമുക്ക് പനി വരാം, മനസ്സിലായോ. പിന്നെ അതുപോലെ ക്ഷീണം വരാം, ചൊറിച്ചിൽ പോലെ വരാം. പിന്നെ അതേപോലെ തന്നെ റാഷസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. അതുപോലെ BP കുറയാനായിട്ടുള്ള സാധ്യത ഒക്കെ വരാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു എക്സ്റ്റേണൽ തിങ്ങിനെയാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ്, അതൊരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആണല്ലോ, അതിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നത്. അല്ലാതെ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവമല്ല. അത് എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അക്കോർഡിംഗ് ടു ആയുർവേദ എന്ന് പറയുന്നത് അതില് അപാനവാദയുടെ ബ്ലോക്കേജ് സംഭവിക്കുകയാണ്. അപ്പൊ അപാനവാദ ബ്ലോക്ക് ആവുന്ന സമയത്ത് നമുക്കത് ലീഡ് ടു എന്തായി സംഭവിക്കും, നമുക്ക് പീരീഡ്സ് ഇറഗുലാരിറ്റി. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട് ഞങ്ങളുടെ പീരീഡ്സ് ക്രമം തെറ്റിയിട്ടാണ് വരുന്നത്. ഈ അപാനവാദ ബ്ലോക്ക് ആവുന്ന സമയത്ത് പീരീഡ്സ് ഇറഗുലർ ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രഗ്നൻസി ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. അത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പീരീഡ്സ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, തല കുളിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കുളിക്കുന്നത് നമ്മൾ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യാറുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വാതപിത്ത ദോഷങ്ങൾ ഇത് രണ്ടും നമുക്ക് ആ ഒരു സമയത്ത് കഫദോഷവും അഗ്രിവേറ്റ് ചെയ്യുന്ന സമയമാണ് പീരീഡ്സ് സമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് കഫദോഷങ്ങൾ നല്ല രീതിയായിട്ട് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇതും അതിന്റെ ഒരു കഫദോഷം കുറയുമ്പോൾ നമുക്ക് വീണ്ടും ദോഷത്തിൽ ഇംബാലൻസ് വരും. അത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു ആയുർവേദിക് കൺസെപ്റ്റ് ആണ് പറയുന്നത്. വാത പിത്ത കഫ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വേണ്ട ത്രിദോഷങ്ങളാണ്. ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടും ഇംബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ അൺഹെൽത്തി ആകും എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാത പിത്ത കഫ ദോഷങ്ങൾ പീരീഡ് സമയത്ത് കൂടുതലായിരിക്കും. അപ്പൊ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാം, നോ പ്രോബ്ലം. കാരണം അത് നമ്മൾ സാധാരണ പാഡ് വെക്കുന്ന പോലെയല്ല, നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ലെവൽ കൂടും. അതുകൊണ്ട് എക്സസൈസ് ആയാലും ജിമ്മിൽ വർക്കൗട്ട് ആയാലും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, ഈ പിത്തദോഷം നല്ല രീതിയിൽ കൂടും. കാരണം ഓൾറെഡി ഈ പീരീഡ് സമയത്ത് വാത പിത്ത കഫ ദോഷങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ
ശരീരം ചൂടാകും. പിത്തദോഷം എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ചൂടാണ്. ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കുന്ന ഒരു ദോഷമാണ്. അത് കൂടുതലും ചൂട് വർദ്ധിക്കുമ്പോൾ പിത്തദോഷം വർദ്ധിക്കാനായിട്ട് സാധ്യത കൂടും. ഓക്കെ, അപ്പൊ അത് വീണ്ടും നമ്മുടെ ബോഡീനെ ഇംബാലൻസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്കപ്പോൾ ഒരു കോൺഫിഡന്റ് ആണ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അത് ശരീരത്തിന് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് തീരുമാനിക്കാം സാനിറ്ററി പാഡ് ആണോ നല്ലത്, അല്ലെങ്കിൽ കോട്ടൺ തുണികളാണോ നല്ലത്, നമ്മുടെ മെൻസ്ട്രൽ കപ്പാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാനത് നിങ്ങൾക്ക് തന്നെ തരുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏത് പീരീഡ് സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഇത് ഒരു ആയുർവേദ രീതിയിലുള്ള ഒരു എന്താ പറയാ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോക്കാണ്. നമുക്ക് എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പിനെ നമ്മൾ ആയുർവേദ രീതിയിൽ കാണുന്നത് എന്നും കൂടിയാണ് കേട്ടോ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.